നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഫോർ ദ പീപ്പിളിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ പരിപാടിയിൽ പതുപോലെ ഞാൻ ചന്ദ്രസേനൻ, എന്നോടൊപ്പം അനീഷ്. നമ്മളിന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് ഒരു കയ്യടി കൊടുക്കാനുള്ള ഒരു തീരുമാനമാണ്. നമ്മുടെ തീരുമാനം മറ്റുള്ളവർ അംഗീകരിക്കണമെന്നില്ല, പക്ഷെ നമ്മൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞു. കാരണം ഈ മൊത്തത്തിൽ നമ്മുടെ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കിക്കാണാറുണ്ട്, വിലയിരുത്താറുണ്ട്. അപ്പോൾ കാരണം നമ്മൾക്ക് താല്പര്യമുള്ളൊരു ഏരിയയാണ് ഈ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്. ഇപ്രാവശ്യം നമ്മളൊരു കയ്യടി വിദ്യാഭ്യാസ വകുപ്പിന് കൊടുക്കണമെന്ന് വിചാരിച്ചത് ഏകദേശം ഒരു 4 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ചെയ്തൊരു വീഡിയോ ഉണ്ട്. ഇതേ പരിപാടിയാണ്. ഏകദേശം നമ്മളിപ്പോൾ എന്താണ് എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്നത്, കൂടുതൽ പേര് A+ കിട്ടിപ്പോകുന്നത്, പക്ഷേ വിദ്യാഭ്യാസ നിലവാരം ഇല്ലാതെ പോകുന്നത്, ഒരു മത്സര പരീക്ഷ, ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിൽ കേരളത്തിലെ കുട്ടികളെ പിന്നെ പോകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഫുൾ A+ നിയന്ത്രണം വേണ്ടേ നമ്മൾ ചോദിച്ചു. പണ്ട് കാലങ്ങളിൽ വിജയിച്ചിരുന്ന വിജയ ശതമാനം നമ്മൾ പറഞ്ഞു. ഇപ്പം ഞാൻ ജയിച്ച വർഷം 19% ഞാൻ പറഞ്ഞത്. അപ്പം ആ പഞ്ചായത്തിൽ ആകപ്പാടെ ജയിച്ച ഒരാൾ ഞാനാണ്. പക്ഷെ വളരെ കുറച്ച് മാർക്കാണ് കേട്ടോ, അഭിമാനിക്കാനൊന്നുമില്ല, ചെറിയ മാർക്കിനാണ് ജയിച്ചത്. പക്ഷെ അന്ന് മോഡറേഷൻ ഇല്ല. എല്ലാ വിഷയത്തിനും 35% വേണം, മലയാളത്തിനും ഇംഗ്ലീഷിനും 40% വേണം. അങ്ങനെയാണ് ജയിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പോഴത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഈ പറഞ്ഞ പോലെ ഗ്രേഡിംഗ് സമ്പ്രദായം നിർത്തി മിനിമം മാർക്ക് ഏർപ്പെടുത്തുക. മിനിമം 30% മാർക്ക് വാങ്ങിയെങ്കിലേ ജയിക്കാൻ പറ്റുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ അന്നത്തെ ആവശ്യം തന്നെയായിരുന്നു. നമ്മൾ ഇത് തന്നെയാണ് ആവശ്യം. നമ്മൾ 35% വേണമെന്ന് തന്നെ പറഞ്ഞത്. പഴയ കാര്യം അതുപോലെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് നമ്മൾ ആവശ്യം. 35%, 100-ൽ 35, 50-ൽ 17. 50-ൽ 17 വാങ്ങിച്ച് തോറ്റുപോയിട്ടുണ്ട് നമ്മൾ എത്രയോ തവണ. ചെറിയ എക്സാമിനേഷൻ, ഓണപരീക്ഷയ്ക്കൊക്കെ അരമാർക്കിന്റെ കുറവിൽ നമ്മൾ തോറ്റുപോകും. അരമാർക്കിന് എത്ര അടിയാണ് നമ്മൾ തുടയിൽ മാറ്റി പിടിച്ചത് സ്കൂളിൽ പഠിക്കുമ്പോൾ. 17 ഉള്ള 50-ൽ അരമാർക്കൂടെ കിട്ടിയാലേ ജയിക്കുള്ളൂ. അങ്ങനെ വളർന്നു വന്നതാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ കണക്കെഴുതാനും കൂട്ടാനും വായിക്കാനൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ എവിടെയാണ് മാറ്റം വന്നത്? ഇവിടെ ഇപ്പം എന്തായാലും മിനിമം മാർക്ക് ഏർപ്പെടുത്താനുള്ള കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനത്തിന് നമ്മൾ ഒരു നല്ലൊരു സല്യൂട്ട് നൽകുന്നു. ഇനി എവിടെയാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിൽ ഇത്തരത്തിലുള്ള വേണ്ടാത്ത ചില കാര്യങ്ങൾ വന്ന് ഭവിച്ചെന്ന ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കണം. ആ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 1977 ചാക്കിരി അഹമ്മദ് കുട്ടി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്താണ് 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളിൽ ഓൾ പാസ് നടപ്പിലാക്കിയത്. പണ്ടേ ഉണ്ട്. 1977 വന്നു. 77 ഇത് വന്നു, ആൾ പാസ് വന്നു. അപ്പോൾ ഇതറിയാമെന്നുള്ളവർ ശ്രദ്ധിക്കണം. ഇന്നിപ്പോൾ ഒരു 60 വയസ്സോ 65 വയസ്സോ പ്രായമുള്ളവർ 77 10ാം ക്ലാസ് കഴിഞ്ഞവരാണ്, ജസ്റ്റ് കഴിഞ്ഞവരായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം, 1977 ചാക്കിരി അഹമ്മദ് കുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്താണ് 1 മുതൽ 9 വരെ ഓൾ പാസ്സാക്കി. എല്ലാത്തിനും ജയിപ്പിച്ചു വിട്ടു. 9 വരെ ഒന്നും പഠിക്കണം, ജയിച്ചു വരും. 10ാം ക്ലാസ്സിൽ വന്നിട്ട് ചിലപ്പോൾ ഇരുന്ന് പോകും അന്ന്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാറ്റം തുടങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ചാക്കിരി അഹമ്മദ് കുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അന്നത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന സി അച്യുതമേനോനാണ്. അപ്പോൾ ഏതൊക്കെ മന്ത്രിസഭകളിൽ ഏതൊക്കെ മന്ത്രിമാർ ഏതൊക്കെ തീരുമാനങ്ങൾ എടുത്തു ഇതുവരെ എത്തി. ഇപ്പോൾ 2024 പിണറായി വിജയൻ സർക്കാരിലൂടെ ശ്രീ വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോഴാണ് ഒരു മിനിമം മാർക്ക് നിബന്ധന സാധ്യമാക്കി വരുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1ാം ക്ലാസ് തൊട്ട് 9ാം ക്ലാസ് വരെ ഓൾ പാസ് ആണെങ്കിലും 10ാം ക്ലാസ്സിലെ പരീക്ഷ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നല്ലോ. 77 ആ കാലഘട്ടത്തിൽ ഇതേപോലെ വാരിക്കോരി കൊടുക്കും. അല്ല, അതിന്റെ ഘട്ടങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എവിടെയാണ് നമുക്ക് വെടിതെറ്റിയത്? അപ്പോൾ 77 ചാക്കിരി അഹമ്മദ് കുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് 1 മുതൽ 9 വരെ ക്ലാസ്സുകളിൽ ഓൾ പാസ് നടപ്പിലാക്കി. പിന്നീട് അടുത്തൊരു വ്യത്യാസം വരുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാമോ? പിന്നീട് വരുന്ന 1996 പി ജെ ജോസഫ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ. അപ്പോഴാരാണ് ഭരിക്കുന്നത്? ഇ കെ നായനാർ, LDF സർക്കാർ. 96 പി ജെ ജോസഫ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോഴാണ് DPEP നടപ്പിലാക്കുന്നത്. DPEP, ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നാണ് അതിന്റെ പേര്. പക്ഷെ അതിന് മറ്റൊരു വ്യാഖ്യാനമുണ്ട്. എന്താണത്? ദരിദ്ര പിള്ളേരെ എങ്ങനെ പഠിപ്പിക്കാം, അതാണ് DPEP എന്ന് പറഞ്ഞ് കളിയാക്കുവായിരുന്നു. ശരിക്കും അത് ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം, കേന്ദ്ര ഗവൺമെന്റ് പ്രോഗ്രാമാണത്. അത് 2020 കൂടി അതൊക്കെ തീർന്നു. അതാണ് പിന്നീട് സർവശിക്ഷ അഭിയാനായി മാറിയത്. കേന്ദ്ര ഗവൺമെന്റ് സ്പോൺസർഷിപ്പാണ്. അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. എന്തായിരുന്നു അന്ന് പറഞ്ഞത്? എഴുതാനും വായിക്കാനും അറിയുന്നതിനേക്കാൾ എഴുതാനും വായിക്കാനും അറിയുന്നതിനേക്കാൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അനുഭവവേദ്യമാക്കാനുള്ള കഴിവാണ് വേണ്ടത് എന്നുകൊണ്ടെന്നാണ് DPEP.
അല്ല അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ കുട്ടി സ്കൂളിൽ പോകണമെന്നില്ല. അതെ, സ്കൂളിൽ പോകണമെന്നില്ല, വീട്ടിൽ വീട്ടിൽ നിന്ന് പഠിക്കും. അത് ഒരു ഗുണവും ചെയ്തില്ല എന്നുള്ളതാണ്. അല്ല സ്കൂളിന്റെ അടുത്തൂടെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് സാർ. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൊഞ്ചിറ ഗവൺമെന്റ് UPSന്റെ മുമ്പ് കൂടെ പോകുമ്പോൾ വലിയൊരു ബഹളം കേൾക്കുമായിരുന്നു. എന്നൊരു വിളി കേൾക്കാം. സംഭവം എന്താണ്? DPP ആയിരുന്നു. സ്കൂളിൽ ക്ലാസ് ഒന്നും ഇല്ലായിരുന്നല്ലോ. മരത്തിൽ കയറാനും ഊഞ്ഞാലിടാനും ഇതൊക്കെയായിരുന്നല്ലോ പഠിപ്പിക്കുന്നത്. അതൊക്കെയാണ് എന്ന് പറഞ്ഞ് നടന്നവരുണ്ടെന്ന്. അതൊക്കെയാണ് വേണ്ടതെന്നും എഴുതാനും വായിക്കാനെന്നും പറയേണ്ടതെന്നും. ഏതായാലും ഇപ്പോഴത്തെ ഒരു ജനറേഷനെ നോക്കുമ്പോൾ, ഒരു തലമുറയെ നോക്കുമ്പോൾ അറിയാം നമുക്ക് അന്ന് പഠിച്ചിറങ്ങിയവർ ആരൊക്കെ ഉണ്ട്, എവിടെയൊക്കെ എത്തിയെന്ന്. അന്നത്തെ DPP ചില ലക്ഷണങ്ങൾ അവിടെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം പഴയ DPP ആണ് ഈ പറയുന്നത്. നമ്മൾ ആരെ ഇകഴ്ത്തിയതല്ല കേട്ടോ, ഉള്ള കാര്യം പറയാണ്. വസ്തുനിഷ്ഠമായി നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അങ്ങനെ വലിയൊരു അപകടമുണ്ട് സാർ. അന്ന് പഠിച്ച ആ സമയത്ത് തന്നെ ഉള്ള സിലബസ്, CBSE സിലബസിലും ICC സിലബസിലും ഒക്കെ പഠിച്ചിറങ്ങിയ മിടുക്കന്മാരായ ആൾക്കാരുണ്ട്. ഈ പാവപ്പെട്ട പിള്ളേർ ഇങ്ങനെ പഠിച്ചിറങ്ങിയവരുണ്ട്. ആ രണ്ട് ജനറേഷൻ അവിടെ ഉണ്ടായി. അതായത് രണ്ട് ജനറേഷൻ ഉണ്ട്. ഒരുപാട് വലിയ അപകടം. ഇത് ഈ വിദ്യാഭ്യാസ രംഗത്തുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ദയവായി ഈ പരിപാടി കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് വിലയിരുത്തണം. നമ്മൾ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ അറിവുള്ളവരല്ല നമ്മൾ. പക്ഷേ ചില വസ്തുതകൾ നമ്മൾ പഠിച്ചത്, നമ്മൾ മനസ്സിലാക്കിയതും ഇവിടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും 96 PJ ജോസഫാണ് DPP ഭയങ്കര ശക്തമായിട്ട് കൊണ്ടുവന്നു. പിള്ളേർ എഴുതാനും വായിക്കാനൊന്നും പഠിച്ചില്ലെങ്കിലും മരത്തിൽ കയറാൻ പഠിക്കുക, മാങ്ങ മുറിക്കാൻ പഠിക്കുക, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ അനുഭവങ്ങളിലൂടെ, ചുറ്റും നടക്കുന്ന സംഭവങ്ങളിലൂടെ അവർ പഠിക്കട്ടെ എന്നാണ്. അതിൽ കുറച്ചൊരു വാസ്തവമുണ്ട്. പക്ഷെ എന്നിരുന്നാലും അവർ യഥാർത്ഥ വിദ്യാഭ്യാസം നടക്കാതെ വന്നു. പിന്നീടൊരു മാറ്റം വരുന്നത് എനിക്ക് തോന്നുന്നത് 2002-ലാണ്. 2002 നാലകത്ത് സൂപ്പി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, AK ആന്റണി മുഖ്യമന്ത്രി. അപ്പോൾ നമ്മൾ 3 മുഖ്യമന്ത്രിമാർ കാര്യം പറഞ്ഞു. നമ്മൾ ആദ്യം നമുക്ക് C അച്യുതമേനോൻ, പിന്നീട് EK നായനാരുടെ കാലത്ത്, പിന്നീട് AK ആന്റണിയുടെ കാലത്ത്. AK ആന്റണിയുടെ കാലത്താണ് നാലകത്ത് സൂപ്പി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത്. അന്നാണ് ഈ നിരന്തര മൂല്യനിർണ്ണയം. നിരന്തര മൂല്യനിർണ്ണയം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. അത് കൊണ്ടുവന്നു. നിരന്തര മൂല്യനിർണ്ണയം വന്നതോടുകൂടി അധ്യാപകർക്ക് മാർക്ക് കൊടുക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് കൂട്ടി വായിക്കാൻ അറിയാത്തവർ പോലും ജയിക്കും. ആ അപകടം വന്നത് ശരിക്കും 2002-ലാണ്. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നതിനൊപ്പം തന്നെ അധ്യാപകർ കൊടുക്കുന്ന മാർക്കും കൂടി ഇതിലേക്ക് കൂട്ടുക. അപ്പൊ ചെറിയ മാർക്ക് മറ്റേത് വാങ്ങിച്ചാൽ മതി. ബാക്കി അധ്യാപകരുടെ നിരന്തര മൂല്യനിർണ്ണയം, അപ്പൊ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, അത് വന്നവരുടെ എല്ലാ പിള്ളേരും ജയിക്കാൻ തുടങ്ങി. എല്ലാ പിള്ളേരും ജയിച്ചു. അങ്ങനെ ആ എല്ലാ പിള്ളേരും ജയിച്ച് വന്നാണ് ഇപ്പോൾ ഇത്രയും A+ ആയത്. ഇപ്പം A+ ഇല്ലാത്ത ഒന്നിനെ കാണാൻ പറ്റില്ലല്ലോ. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ YouTube ചാനൽ സ്വന്തമായിട്ടില്ലാത്ത ഒരാളിനെ കണ്ടെത്താക്കോ? കാണാൻ ബുദ്ധിമുട്ടാണ്. സ്വന്തമായി YouTube ചാനൽ ഇല്ലാത്ത ഒരാളിനെ കണ്ടെത്താൻ പറ്റില്ല തിരുവനന്തപുരം ജില്ലയിൽ. അതുപോലെ A+. അത് 2002 സംഭവിച്ചു. അടുത്ത വീണ്ടും മാറ്റം വരുന്നത് 2005. 2005 ഉമ്മൻചാണ്ടി ആണ് ഭരിക്കുന്നത്. ET മുഹമ്മദ് ബഷീറാണ് വിദ്യാഭ്യാസ മന്ത്രി. അന്ന് ET മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ ഇപ്പോഴത്തെ ഗ്രേഡിംഗ് സമ്പ്രദായം കൊണ്ടുവരുന്നത്. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗ്രേഡിംഗ് സമ്പ്രദായം കൊണ്ടുവരുന്ന ആ സമയത്താണ്. അപ്പം ഈ നിരന്തര മൂല്യനിർണ്ണയത്തിലെ മാർക്ക് വാരിക്കോരി കൊടുക്കുന്ന ഒരു പ്രവണത തുടരുകയും ചെയ്തു. ഗ്രേഡിംഗ് വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് A+കാർ ചറവറ വരാൻ തുടങ്ങി. അങ്ങനെ ഫുൾ A+ കിട്ടി ഒരുപാട് പേര് വന്നു. അവസാനം എന്ത് സംഭവിച്ചു? അത് +1 അഡ്മിഷനെ ബാധിച്ചില്ലേ? പിന്നെ തീർച്ചയായിട്ടും +1 അഡ്മിഷനെ ബാധിച്ചു. അത് വന്നത് 2005-ലാണ്. ഇത്രയും സംഭവങ്ങൾ ശരിക്കും 1977 മുതൽ വന്ന പല മാറ്റങ്ങളുമാണ് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തെ ഇല്ലാതാക്കിയെന്നാണ് വസ്തുത. അല്ല നമ്മൾ മനസ്സിലാക്കണ്ടേ? നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ല, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, നമുക്കൊക്കെ കുറേ പ്രായമായല്ലോ, 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും നമ്മൾ പഠിച്ച തൂകുന്ന തൂമരങ്ങൾ, ഇതൊക്കെ എന്തൊരു നൊസ്റ്റാൾജിയാണ് നമ്മുടെ മനസ്സിലുണ്ടാക്കിയത്. നമ്മൾ അന്നത്തെ 1ാം പാഠപുസ്തകം, 1ാം പാഠം, 2ാം പാഠം, ഓർമ്മയില്ലാതൊന്നും, അതൊക്കെ പിന്നീട് നഷ്ടപ്പെട്ടു പോയില്ലേ? 1ാം പാഠത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ അറിയാമായിരുന്നു, എഴുതാൻ അറിയാമായിരുന്നു. അക്ഷരങ്ങളുടെ ശുദ്ധി, അത് എടുത്ത് പറയേണ്ട ഒരു സംഗതിയാണ്. അക്ഷരങ്ങളുടെ ശുദ്ധി. നമ്മൾ ഗായിക്കങ്ങ പഠിക്കുമ്പോഴും പിന്നെ നമ്മുടെ സ്വരാക്ഷരങ്ങൾ പഠിക്കുമ്പോഴും ആ താ എങ്ങനെ പറയണം, ധാ എങ്ങനെ പറയണം, ധനം എങ്ങനെ, ധനികൻ എങ്ങനെ, ഭരണം എങ്ങനെ, ഫ എന്നൊരക്ഷരം മലയാളത്തിലുണ്ടോ? ഇപ്പം മലയാള അധ്യാപകർ പോലും പറയില്ല. ഇപ്പോഴും മലയാള അധ്യാപകർ പലരും പറയുന്നതാണ് ഭരണം, ഭാര്യ, ഭയങ്കരം. അത് ഭയങ്കരമാണ്. ഇതൊരു ഭയങ്കരമാണ്. ശരിക്കും മലയാളത്തിൽ ഫ എന്നൊരു അക്ഷരമില്ല, ഫ എന്നൊരു ഉച്ചാരണമില്ല. ഇപ്പം തർക്കം വരും കേട്ടോ. പൊങ്കാലയ്ക്കുള്ള സമയമായി. നിങ്ങൾ പൊങ്കാല കിട്ടോ? സത്യമായി തന്നെ നിലനിൽക്കും. ഇതൊക്കെ വന്നത് ഉറക്കെ പുസ്തകം വായിക്കാനുള്ള മടി കുട്ടികളിലേക്ക് വന്നതാണ്. നമ്മളൊക്കെ എണീറ്റ് നിന്ന് വായിച്ചിട്ടുണ്ട്. ഞാനും വായിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഭയങ്കര മടിയാണ് എണീറ്റ് നിൽക്കാൻ.
എണീറ്റ് നിൽക്കുമ്പോൾ ബാക്കി ഇരിക്കുന്നവൻ വരും ചന്തിക്കൊരടി. പക്ഷേ നമ്മൾ എണീറ്റ് നിന്നത് വായിച്ച് ക്ലാസ്സിൽ തെറ്റുകളും പറഞ്ഞ് നമ്മൾ അബദ്ധങ്ങൾ പറഞ്ഞ് കൂട്ടുകാർ ചിരിച്ച് നമ്മൾ അതിലൂടെ ആർജിച്ചെടുത്തൊരു ആർജവമാണ് പിന്നീട് നമുക്ക് 4 പേരെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള കഴിവ് നമ്മളിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല പലർക്കും അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അക്ഷരങ്ങൾ കൃത്യമായി ഉച്ചരിക്കാം. ഏറ്റവും കൂടുതൽ വികലമാക്കപ്പെടുന്ന ഭാഷ മലയാളമാണ്. ഉറപ്പായിട്ടും ഏറ്റവും കൂടുതൽ ലോകത്ത് വികലമാക്കപ്പെടുന്ന ഭാഷ മലയാളമാണ്. നമുക്കിപ്പോൾ തിരുത്താൻ പറ്റും. നമ്മൾ തിരുത്താൻ ശ്രമിച്ച പൊങ്കാല കൊണ്ട് അഭിഷേകമായിരിക്കും. അല്ല, ഞാൻ ഇന്നലെ സാറിനോട് പറഞ്ഞില്ലേ നിറപുത്തിരി. നിറപുത്തരി ഒരു പ്രധാനപ്പെട്ട പത്രം എഴുതിയിരുന്നു. നിറപുത്തരിയാണ്. നിറപുത്തരിയാണ്. ആ പുത്തരിയായിട്ട് ബന്ധപ്പെട്ടതാണ് പുത്തരിക്കണ്ട മൈതാനം. അതെ, അത് മനസ്സിലാക്കണം. എന്നിട്ടും എത്ര വർഷം കൊണ്ട് അവരെഴുതുന്നു. എത്ര വർഷം കൊണ്ട് മലയാളത്തിലെ പ്രമുഖ ദിനപത്രം എഴുതും നിറപുത്തിരി. അത് അവിടെ ഒരാൾ വിളിച്ചു ചോദിച്ചു അല്ലേ, ആ പത്രത്തിൽ വിളിച്ചു ചോദിച്ചവൻ പറഞ്ഞു അങ്ങനെ ആകാം എന്നാണ് അവർ പറഞ്ഞത്. എന്ത് ചെയ്യും? മലയാളത്തിലെ വളരെ പ്രമുഖമായ ദിനപത്രമാണ്. നമ്മൾ ആരെയും നമ്മൾ വിമർശിക്കാൻ പറഞ്ഞതല്ല. പക്ഷെ ഭാഷ ഇത്രത്തോളം വികലമാക്കപ്പെടുന്നത് നമ്മുടെ മലയാള ഭാഷയാണ്. വേറെ ലോകത്ത് ഒരു ഭാഷ ഇത്രയും വികലമാക്കപ്പെടുന്നില്ല. ഞാനിപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ ഏതെങ്കിലും ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിമർശിക്കപ്പെടും. ഉറപ്പായിട്ടും. പക്ഷെ മലയാളം എനിക്ക് എങ്ങനെയും പറയാം. എൻ്റെ ഭാവി എനിക്ക് നോക്കണ്ടേ എന്ന് പറഞ്ഞാൽ എന്നെ ആരും തിരുത്തുന്നില്ല. എൻ്റെ ഭാര്യയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ ആരും തിരുത്തുന്നില്ല. ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ ആരും തിരുത്തുന്നില്ല. ഉണ്ടോ? ആരും എന്നെ തിരുത്തുന്നില്ല. അത് പക്ഷേ ഇംഗ്ലീഷ് വാക്കിൽ ഒരെണ്ണം ഞാൻ തെറ്റിച്ച് പറഞ്ഞാൽ ഉടനെ തിരുത്തും. അപ്പോൾ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്ന് മൂല്യനിർണ്ണയത്തിൽ നിരന്തര മൂല്യനിർണ്ണയം അല്ലേ, പിന്നെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ തുടങ്ങി DPEP എല്ലാം കൂടെ വന്നൊരു പരുവത്തിനായി എല്ലാവരും A+കാരായി മാറി. പക്ഷെ അതിന് വേണ്ടുന്ന ഒരു നിലവാരം ആ വിദ്യാഭ്യാസത്തിൽ നേടാൻ നമുക്ക് കഴിയാതെ പോയി. അതിനൊരു മാറ്റമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയം മറന്നുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിന് നമ്മൾ നൽകുന്നു ഒരു ബിഗ് സല്യൂട്ട്. കാരണം വിദ്യാഭ്യാസ നിലവാരം ഉയരും. മിനിമം മാർക്ക് അത്യാവശ്യമാണ്. മിനിമം മാർക്ക് 30% വെച്ചിരിക്കുന്നത്. അത് പറ്റുമെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി രേഖപ്പെട്ട് 35 ആക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം. അപ്പം അത്രയും മാർക്ക് വരുമ്പോൾ കുട്ടികൾ പഠിക്കാനായിട്ട് താല്പര്യം എടുക്കും. മറ്റൊരു കുഴപ്പം കൂടി സംഭവിച്ചിട്ടുണ്ട്. പഴയതുപോലെ ഇപ്പം ട്യൂഷന് പോകില്ല പിള്ളേർ. എന്തിന് ട്യൂഷന് പോകണം? ജയിക്കുമല്ലോ. ട്യൂഷന് പോകേണ്ട കാര്യമില്ല. എത്ര ട്യൂട്ടോറിയൽ അധ്യാപകരുടെ ജോലിയാണ് നഷ്ടപ്പെട്ടത്. എത്ര എണ്ണം പൂട്ടിപ്പോയി. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നില്ല. SSLC പ്രൈവറ്റ്, ഞാൻ ട്യൂട്ടറി പഠിപ്പിച്ചിരുന്നല്ലോ. SSLC പ്രൈവറ്റ് തോറ്റ കുട്ടികൾ ഞങ്ങൾക്ക് 3 ബാച്ചുണ്ട്. 4, 3, 12, 120 പിള്ളേരാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. കാരണം അടുത്ത പരീക്ഷയ്ക്ക് അവർ ജയിക്കും. ഇപ്പോഴും തോറ്റുപോയ കുട്ടികൾക്ക്, മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് വീണ്ടും പരീക്ഷ എഴുതി ഉന്നത വിജയത്തിലേക്ക് എത്താനുള്ള സാഹചര്യമുണ്ടെന്ന് മന്ത്രി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ മെയ് മാസത്തിൽ കേരളത്തിലെ പിന്നെ SCERT സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് SCERT നടത്തിയ ഒരു പിന്നെ സമ്മേളനം ഉണ്ടായിരുന്നു, ഒരു കോൺക്ലേവ് ഉണ്ടായിരുന്നു. ആ കോൺക്ലേവിലാണ് ഇത്തരത്തിലൊരു തീരുമാനം വന്നത്, മിനിമം മാർക്ക് വേണമെന്ന്. അതാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് പ്രാബല്യത്തിൽ വരും. അടുത്ത വർഷം 9ാം ക്ലാസ്സിൽ വരും. അതിൻ്റെ അടുത്ത വർഷം 2027 മാർച്ചിലെ പരീക്ഷയ്ക്ക് 10ാം ക്ലാസ്സിലും വരും. പഠിച്ചാലേ ജയിക്കുള്ളൂ. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ പഠിക്കണം. നിങ്ങൾ 30% മാർക്ക് എല്ലാ വിഷയത്തിനും വാങ്ങിയിരിക്കണം. ഇല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ എപ്പോഴും ഇപ്രാവശ്യം തോറ്റുപോകും. 9ാം ക്ലാസ്സിൽ അടുത്ത കൊല്ലം വരും. 10ാം ക്ലാസ്സിൽ 2027 വരും. ഇപ്പോൾ വരുന്നത് 2024-25. 24-25 വരുന്നത് 8ാം ക്ലാസ്സിന്, 25-26 വരുന്നത് 9ാം ക്ലാസ്സിന്, 26-27 വരുന്നത് 10ാം ക്ലാസ്സിൽ. 30% മിനിമം മാർക്ക് വാങ്ങാതെ ഇനി ജയിക്കില്ല എന്നൊരു കണ്ടീഷൻ, ഒരവസ്ഥ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് അഭിനന്ദനങ്ങൾ അറിയിക്കും. അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ ഇക്കാര്യം മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലേ തൽക്കാലം നമ്മൾ ഫോർ ദ പീപ്പിളിന് ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.